ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആഗസ്റ്റ് 7 മുതൽ നടക്കുന്ന 15ാമത് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ നോട്ടീസ് പ്രകാശനം ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്നു. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PR സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കേരള ഹൈക്കോടതിയിലെ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് TS മായാദാസ് പ്രകാശന കർമ്മം നിർവഹിച്ചു. ആദ്യ സംഭാവന ടാക്സ് പ്രാക്ടീഷണർ V അനിരുദ്ധനിൽ നിന്നും ദേവസ്വം ഓഫീസർ PV ഹരികൃഷ്ണൻ സ്വീകരിച്ചു. ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ്, റവന്യൂ ഇൻസ്പെക്ടർ A സുരേഷ് കുമാർ, പൂര കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ V സുരേഷ് കുമാർ, എങ്കേക്കാട് ദേശം ഭാരവാഹികളായ C ജയേഷ് കുമാർ, പ്രൊഫസർ C നീലകണ്ഠൻ, ശശി ഇരുമ്പശ്ശേരി, വടക്കാഞ്ചേരി ദേശം ഭാരവാഹികളായ CA ശങ്കരൻകുട്ടി, രാജേഷ്, കുമരനെല്ലൂർ ദേശം ഭാരവാഹികളായ K ബാലകൃഷ്ണൻ, KR രമേശ്, KB ഗോപികൃഷ്ണൻ, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, മാധ്യമ പ്രവർത്തകർ ശശികുമാർ കൊടക്കാടത്ത്, ക്ഷേത്രം ഊരാളൻ കേളത്ത് പാർവതി വലിയമ്മ, മാതൃസമിതി പ്രസിഡന്റ് ബിന്ദു ഗണേശൻ, വനജ ശങ്കർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി കൃഷ്ണകുമാർ കണ്ടേരി നന്ദി പറഞ്ഞു. കാരണം ഇങ്ങനെ ഇവിടെ ഈ സാന്നിധ്യത്തിൽ നിൽക്കാൻ പറ്റിയത് അതൊരു അനുഗ്രഹമാണ്. ഞാൻ ജനിച്ചത് ഭഗവതിയുടെ പൂരം ദിവസമാണ് ഞാൻ ജനിച്ചത്. ഭഗവതിയുടെ അടുത്ത് എപ്പോഴും എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ ഭഗവതിയോട് പറയാറുണ്ട്, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും. പക്ഷെ ഭഗവതി എപ്പോഴും പറയും വിളിച്ചാൽ വിളി കേൾക്കുന്ന ഭഗവതിയാണെന്ന്. ശശിധരനൊക്കെ എപ്പോഴും പറയും എല്ലാ ചൊവ്വയും വെള്ളിയും വരും. അദ്ദേഹം എപ്പോഴും പറയും വിളിച്ചാൽ വിളിയുടെ പ്രശ്നമുണ്ടെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി എന്ന് പറയും. പക്ഷേ എനിക്കത് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ സഫലമായത് ഇപ്പോഴാണ്. ഞാനത് വരാനും ഇങ്ങനെ ഉപദേശ സമിതി എനിക്കൊരു അവസരം തന്നതിലുമൊക്കെ ഞാൻ നന്ദി പറയുന്നു. എനിക്ക് പലപ്പോഴും ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഭഗവതിയുടെ ഒരു അനുഭവം ഉണ്ട്. ഒരു തവണ എനിക്ക് ഭഗവതി എൻ്റെ അടുത്ത് സ്വപ്നത്തിൽ വന്നിട്ട് ഞാൻ ശാന്തേട്ടനോട് പറയുമ്പോൾ ശാന്തേട്ടൻ വിശ്വസിച്ചിട്ടുണ്ടാവണമെന്നില്ല. എന്നോട് ഒരു ദിവസം ഭഗവതി രാവിലെ എന്നോട് പറയാണ്, വടക്കാഞ്ചേരി ദേശത്തിൻ്റെ ഒപ്പം നിന്നോളൂട്ടോ എന്ന് എന്നോട് ഭഗവതി പറയാണ്. ബാക്കിയുള്ളവർക്ക് ദേഷ്യം തോന്നിലേക്ക് കുഴപ്പമില്ല. എനിക്ക് എന്നോട് പറഞ്ഞു ഒന്ന് ഒപ്പം ഉണ്ടായിക്കോളൂ. അവരോട് എന്നോട് വാക്കുകളോട് ഇങ്ങനെ പറഞ്ഞു, ശാന്തേട്ടൻ വൈശാഖം ഉണ്ടാവും, അവരുടെ കൂടെ ഒന്ന് നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനിതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഭഗവതിയുടെ സാന്നിധ്യം പലർക്കും പല രൂപത്തിലും പല ഭാവത്തിലുമാണ് അതുണ്ടാവുക. ആ അനുഗ്രഹം എപ്പോഴും പല രൂപത്തിലും ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു ഓഫീസറുണ്ട്, ദേവസ്വത്തിൻ്റെ അസിസ്റ്റന്റ് കമ്മീഷണർ വന്നിട്ടുണ്ട്, RI വന്നിട്ടുണ്ട്, നല്ലൊരു ഓഫീസർ ഇവിടെ, പാട്ടുകാരനായ നല്ലൊരു ഓഫീസർ ഇവിടെ ഉണ്ട്, എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. വ്യാപാരികളുടെ പൂർണ്ണ പിന്തുണ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ എന്തിനുള്ളതാണ് ഈ വ്യാപാരികൾ, അവരുടെ ഒരു പൂർണ്ണ പിന്തുണയുണ്ട്. 3 ദേശക്കാരുടെയും പിന്തുണ, തട്ടകദേശമായ എങ്കക്കാടിൻ്റെയും അതുപോലെ കോരലൂരിൻ്റെയും വടക്കാഞ്ചേരിൻ്റെയും പൂർണ്ണ പിന്തുണയുണ്ട്. ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്, ഇത് തുടങ്ങി വെച്ചപ്പോൾ 14 വർഷം മുമ്പ് തുടങ്ങുമ്പോൾ കുങ്കുമത്ത് പരമേശ്വരൻ നായരും TP പ്രഭാരമേനോനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് തുടങ്ങുമ്പോൾ അന്ന് ഈ സമയത്ത് അന്നുള്ള ആളുകൾ മുഴുവൻ ഇവിടെ ഉണ്ട്, ഒരുപാട് ആളുകൾ. അന്ന് തുടങ്ങുമ്പോൾ ആചാര്യൻ വെള്ളിനേഴി ഹരിയെ ക്ഷണിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 20 വർഷത്തിന് ശേഷമാണ് വെള്ളിനേഴി ഹരി ഇവിടെ വരുന്നത്. പൂരം കൊണ്ട് വളരെ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. ഞാൻ ചേട്ടൻ്റെ പേര് പറയാമെന്ന് പോയി, അതും ചോദിച്ചു എല്ലാവരോടും. അപ്പോൾ പൂരത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമാണ്. അദ്ദേഹം കൂടി അദ്ദേഹം എല്ലാം ചെയ്തത്. പൂരത്തിന് ഏറ്റവും പ്രസിദ്ധമാണ്. ഇവിടെ ഒരു വായന ഉണ്ടാവണം എന്നാഗ്രഹിച്ച് ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് ദേവി ഭാഗവതം. ഞാൻ 6ാം ക്ലാസ് മുതൽ വെള്ളിനേഴി ഹരിയുടെ ദേവി ഭാഗവതം നവാഹേച്ചം കേട്ടിട്ടുള്ള ആളാണ്. എല്ലാവർക്കും ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും ദേവി ഭാഗവതം നവാഹേച്ചം കേട്ടാൽ. ഇവിടെ വരുന്ന ദ്രവ്യ സമർപ്പണം കൊടുത്താലും ഇവിടെ എന്ത് ചെയ്താലും ഒരു ദിവസം ഒരു നേരമെങ്കിലും വന്നതിൽ പങ്കാളിയായാൽ